സ്വാഗതം. നമ്മളിന്ന് സംസാരിക്കുന്നത് യുഎഇയിലെ പുതിയ കോർപ്പറേറ്റ് ടാക്സിനെ കുറിച്ചാണ്. വിശദമായിട്ട് തന്നെ. അതെ. ഒരു ടാക്സ് ഫ്രീ സൂഴലിൽ നിന്ന് ഇങ്ങനെയൊരു മാറ്റം വരുമ്പോൾ സ്വാഭാവികമായും ഒരുപാട് സംശയങ്ങളുണ്ടാകും. ഞങ്ങൾ കുറച്ച് പഠനങ്ങളും ഒഫീഷ്യൽ ഡോക്യുമെന്റ്സും ഒക്കെ നോക്കി. അപ്പോ അതിൽ നിന്ന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ, നിങ്ങൾ അറിയേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. തീർച്ചയായും ഇതൊരു വലിയ മാറ്റം തന്നെയാണ്. യുഎഇയിലെ മിക്കവാറും എല്ലാ ബിസിനസ്സുകളെയും ഇത് ഏതെങ്കിലും രീതിയിൽ ബാധിക്കും. ശരിയാണ്. ഇതിന്റെ പ്രധാന ലക്ഷ്യം ഒന്ന് യുഎഇയെ ഒരു ഗ്ലോബൽ സ്റ്റാൻഡേർഡിലേക്ക് കൊണ്ടുവരിക, പിന്നെ രാജ്യത്തിന്റെ വളർച്ചയും സഹായിക്കുകയും ചെയ്യുക. ഓർക്കേണ്ട ഒരു ഡേറ്റ് 2023 ജൂൺ 1 മുതലാണ് നിയമം വന്നത്. ഓക്കെ. പക്ഷേ ഓരോരുത്തരുടെയും ഫിനാൻഷ്യൽ ഇയർ തുടങ്ങുന്നതിനനുസരിച്ചാണ് ശരിക്കും ടാക്സ് ബാധ്യത വരുന്നത്. അത് ശരി. അപ്പോൾ എന്താണ് ഈ കോർപ്പറേറ്റ് ടാക്സ്? ലളിതമായി പറഞ്ഞാൽ ബിസിനസിന്റെ ലാഭത്തിനു മേലുള്ള ടാക്സ് അല്ലേ? അതെ, അത്താദായത്തിനു മേലുള്ള ഒരു ഡയറക്റ്റ് ടാക്സ്. റേറ്റ് വരുന്നത് നിങ്ങളുടെ ഒരു വർഷത്തെ ലാഭം AED 375,000 വരെയാണെങ്കിൽ 0%. ഓക്കെ, 0%. ആ പരിധിക്ക് മുകളിലുള്ള ലാഭത്തിന് 9% നികുതി വരും. ലക്ഷ്യം ശരിക്കും പറഞ്ഞാൽ ഗവൺമെന്റിന് വരുമാനം കൂട്ടുക, പിന്നെ സാമ്പത്തിക കാര്യങ്ങളിൽ കുറച്ചുകൂടി ഒരു സുതാര്യത ഉറപ്പാക്കുക എന്നതൊക്കെയാണ്. ആർക്കൊക്കെയാണ് ഇത് ബാധകമാവുക? എല്ലാ ബിസിനസ്സുകാരും കൊടുക്കണോ? സാധാരണയായി യുഎഇയിലൊരു ട്രേഡ് ലൈസൻസ് വെച്ച് പ്രവർത്തിക്കുന്ന മിക്കവാറും എല്ലാ കമ്പനികളും വ്യക്തികളുമൊക്കെ ഇതിന്റെ പരിധിയിൽ വരും. പക്ഷെ ചില ഒഴിവാക്കലുകളുണ്ട്. ഈ പ്രകൃതി വിഭവങ്ങൾ എടുക്കുന്ന ബിസിനസ്സുകൾ, അവർക്കിപ്പോൾ തന്നെ എമിറേറ്റ് തലത്തിൽ ടാക്സ് ഉണ്ട്. പിന്നെ ചില ക്വാളിഫൈഡ് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ടുകൾ, ഗവൺമെന്റ് സ്ഥാപനങ്ങൾ, അങ്ങനെയുള്ളവർക്ക് സാധാരണഗതിയിൽ ഇത് ബാധകമല്ല. വ്യക്തിഗത വരുമാനത്തിന്റെ കാര്യമോ? ശമ്പളം അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ്? അതൊരു പ്രധാന ചോദ്യമാണ്. നിങ്ങളുടെ പേഴ്സണൽ ഇൻകം, അതായത് ശമ്പളം, ബാങ്കിലെ പലിശ, സ്വന്തം പേരിലുള്ള റിയൽ എസ്റ്റേറ്റ് അല്ലെങ്കിൽ ഷെയറിൽ നിന്നുള്ള ലാഭം, ഇതിനൊന്നും സാധാരണയായി കോർപ്പറേറ്റ് ടാക്സ് വരില്ല. ഓക്കെ, അത് വ്യക്തമായി. ഇനി ഈ മെയിൻലാൻഡ് ബിസിനസ്സുകളും ഫ്രീ സോൺ ബിസിനസ്സുകളും തമ്മിലുള്ള വ്യത്യാസം, അത് പലപ്പോഴും ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന കാര്യമാണ്. ശരിയാണ്. മെയിൻലാൻഡ് കമ്പനികളുടെ കാര്യം താരതമ്യേന സിമ്പിളാണ്. നേരത്തെ പറഞ്ഞ ആ 375,000 രൂപയുടെ ലാഭത്തിന്റെ പരിധി നോക്കിയിട്ട് ഒന്നുകിൽ 0% അല്ലെങ്കിൽ 9% ടാക്സ്. പക്ഷേ ഫ്രീ സോണുകൾ, അവിടെ കാര്യങ്ങൾ കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആണെന്ന് തോന്നുന്നു. അതെ. ഫ്രീ സോണിൽ ഒരു കമ്പനിക്ക് 0% ടാക്സ് റേറ്റ് കിട്ടാൻ സാധ്യതയുണ്ട്. പക്ഷേ അതിനവർ ക്വാളിഫയിങ് ഫ്രീ സോൺ പേഴ്സൺ അഥവാ QFZP ആയിട്ട് യോഗ്യത നേടണം. ഓക്കെ, എന്തൊക്കെയാണ് അതിന്റെ നിബന്ധനകൾ? അതിന് കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. ഒന്ന്, ആ ഫ്രീ സോണിൽ അവർക്ക് ആവശ്യത്തിന് സബ്സ്റ്റൻസ് വേണം. അതായത് ഓഫീസ്, സ്റ്റാഫ്, കാര്യമായ പ്രവർത്തനങ്ങളൊക്കെ അവിടെ നടക്കണം. വെറുതെ ഒരു പേരിനൊരു ബോർഡ് വെച്ചാൽ പോരാ. പിന്നെ വരുമാനം പ്രധാനമായും ക്വാളിഫയിങ് ആക്ടിവിറ്റീസിൽ നിന്നായിരിക്കണം. അതായത് മാനുഫാക്ചറിംഗ്, പ്രോസസ്സിംഗ്, ചില പ്രത്യേക തരം സർവീസുകളൊക്കെ ഇതിൽപ്പെടും. ശരി. അതുപോലെ ട്രാൻസ്ഫർ പ്രൈസിംഗ് റൂൾസ് പാലിക്കണം. ബന്ധപ്പെട്ട കമ്പനികൾ തമ്മിലുള്ള ഇടപാടുകൾക്ക് മാർക്കറ്റ് റേറ്റ് തന്നെയാണോ എന്ന് നോക്കണം. പിന്നെ പ്രധാനമായിട്ടും ഓഡിറ്റ് ചെയ്ത കണക്കുകളും വേണം. ഓക്കെ, അപ്പോൾ ഈ ക്വാളിഫയിങ് അല്ലാത്ത വരുമാനം വന്നാൽ അതിന് 9% കൊടുക്കണോ? അവിടെ 375,000 പരിധിയില്ലേ? അതെ, ക്വാളിഫയിങ് അല്ലാത്ത വരുമാനത്തിന് നേരെ 9% ടാക്സ് ആണ് വരിക. അവിടെ ഈ ത്രെഷോൾഡ് ലിമിറ്റ് ബാധകമല്ല. ഈ 0% കിട്ടാനുള്ള യോഗ്യത എപ്പോഴെങ്കിലും നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടോ? ഒരു ഫ്രീ സോൺ കമ്പനി മെയിൻലാൻഡിലെ കമ്പനികളുമായി ഒരുപാട് ബിസിനസ് ചെയ്താൽ പ്രശ്നമാകുമോ? തീർച്ചയായും. ഈ ക്വാളിഫയിങ് അല്ലാത്ത വരുമാനം ഒരു പരിധി വിട്ടാൽ, അതായത് മൊത്തം വരുമാനത്തിന്റെ 5% അല്ലെങ്കിൽ AED 5 മില്യൺ, ഇതിൽ ഏതാണോ കുറവ്, അതിലും കൂടുതൽ നോൺ ക്വാളിഫയിങ് വരുമാനം വന്നാൽ ആ വർഷം തൊട്ട് ഒരു 5 വർഷത്തേക്ക് ഈ QFZP സ്റ്റാറ്റസും 0% ബെനിഫിറ്റും നഷ്ടപ്പെടാം. ഓഹോ, അപ്പൊ അത് ശ്രദ്ധിക്കണം. അതെ, അതുകൊണ്ട് ബിസിനസ് തുടങ്ങുമ്പോൾ തന്നെ നിങ്ങളുടെ മാർക്കറ്റ് എവിടെയാണ്, ആരുമായിട്ടാണ് കൂടുതൽ ഇടപാട് എന്നൊക്കെ നോക്കി മെയിൻലാൻഡ് വേണോ ഫ്രീ സോൺ വേണോ എന്ന് തീരുമാനിക്കുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത് കേൾക്കുമ്പോൾ പ്രത്യേകിച്ച് ചെറിയ ബിസിനസ്സുകാർക്ക് കുറച്ച് ഭയമൊക്കെ തോന്നാൻ സാധ്യതയുണ്ട്. അവർക്ക് എന്തെങ്കിലും സഹായം, ഇളവുകളൊക്കെ ഉണ്ടോ? ഉണ്ടുണ്ട്. അതിനാണ് സ്മോൾ ബിസിനസ് റിലീഫ് അഥവാ SBR എന്നൊരു സംവിധാനമുള്ളത്.
എന്താണത്? നിങ്ങളുടെ ഒരു വർഷത്തെ മൊത്തം വരുമാനം ശ്രദ്ധിക്കണം. ലാഭമല്ല, റവന്യൂ AD 3 മില്യണിൽ താഴെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ SBR ഓപ്റ്റ് ചെയ്യാം. ഇത് 2026 ഡിസംബർ 31 വരെയുള്ള ടാക്സ് പീരിയഡുകളിലേക്കാണ് ഇപ്പോൾ അനൗൺസ് ചെയ്തിട്ടുള്ളത്. ഓക്കേ, ഇത് തെരഞ്ഞെടുത്താൽ എന്താണ് ഗുണം? ഗുണം എന്താണെന്ന് വെച്ചാൽ ആ ടാക്സ് വർഷത്തേക്ക് നിങ്ങളുടെ ടാക്സിബിൾ ഇൻകം, അതായത് നികുതി നൽകേണ്ട വരുമാനം 0 കണക്കാക്കും. ഫലത്തിൽ ടാക്സ് കൊടുക്കേണ്ടി വരില്ല. ആഹാ, അത് കൊള്ളാലോ. വലിയൊരു ആശ്വാസമാണത്. ഇതിനെന്തെങ്കിലും കണ്ടീഷൻസ് ഉണ്ടോ? ഉണ്ട്. നിങ്ങൾ UAE റെസിഡന്റ് ആയിരിക്കണം. പിന്നെ ഇത് ഓട്ടോമാറ്റിക്കായി കിട്ടില്ല. ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ ഇതിനായിട്ട് പ്രത്യേകം അപേക്ഷിക്കണം. QFZP സ്റ്റാറ്റസ് ഉള്ളവർക്ക് ഇത് കിട്ടില്ല. അതുപോലെ വലിയ മൾട്ടിനാഷണൽ കമ്പനികളുടെ ഭാഗമായവർക്കും കിട്ടില്ല. ഒരു കാര്യം കൂടി, SBR എടുത്താൽ ആ വർഷം വല്ല നഷ്ടവുമുണ്ടെങ്കിൽ അത് അടുത്ത വർഷത്തേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാൻ പറ്റില്ല. എന്നാലും രജിസ്റ്റർ ചെയ്യുകയും റിട്ടേൺ ഫയൽ ചെയ്യുകയും വേണം, അല്ലേ? അതെ, രജിസ്ട്രേഷൻ നിർബന്ധമാണ്. ലളിതമായ ഒരു റിട്ടേൺ ഫയൽ ചെയ്യേണ്ടി വരും. രജിസ്ട്രേഷൻ എങ്ങനെയാണ് ചെയ്യുന്നത്? എളുപ്പമാണോ? ഫെഡറൽ ടാക്സ് അതോറിറ്റിയുടെ FTAയുടെ ഇമാര ടാക്സ് എന്ന പോർട്ടൽ വഴിയാണ് ചെയ്യേണ്ടത്. ഓൺലൈനായിട്ട് തന്നെ ചെയ്യാം. ഓക്കെ. ലോഗിൻ ചെയ്യുക, ബിസിനസ് പ്രൊഫൈൽ സെലക്ട് ചെയ്യുക, പിന്നെ ആവശ്യമായ വിവരങ്ങൾ, അതായത് കമ്പനിയുടെ ഡീറ്റെയിൽസ്, ലൈസൻസ് കോപ്പി, ഉടമസ്ഥരുടെ വിവരങ്ങൾ, കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്ത് സബ്മിറ്റ് ചെയ്യണം. സമയപരിധിയുണ്ടോ രജിസ്റ്റർ ചെയ്യാൻ? ഉണ്ട്. ഓരോരുത്തരുടെയും ലൈസൻസ് ഇഷ്യൂ ചെയ്ത മാസമനുസരിച്ച് ഡെഡ്ലൈൻ വ്യത്യാസപ്പെടും. അത് FTA വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. വൈകിയാൽ പിഴയുണ്ടാകും. ഈ പുതിയ സിസ്റ്റം വരുമ്പോൾ ബിസിനസ്സുകൾ സാധാരണയായി നേരിടുന്ന വെല്ലുവിളികൾ എന്തൊക്കെയായിരിക്കും? ശരിക്കും പലതുണ്ട്. ഒന്ന്, ഈ നിയമങ്ങളൊക്കെ കൃത്യമായി മനസ്സിലാക്കുക എന്നത് തന്നെ. പിന്നെ അക്കൗണ്ട്സ് ഒക്കെ കറക്റ്റായി സൂക്ഷിക്കുക. ടാക്സ് കൊടുക്കാനുള്ള പണം മാറ്റിവെക്കുക. ട്രാൻസ്ഫർ പ്രൈസിംഗ് പോലെയുള്ള കാര്യങ്ങൾ ചിലർക്ക് പുതിയതായിരിക്കും. പിന്നെ ഈ മാറ്റങ്ങൾ കാരണം ദൈനംദിന പ്രവർത്തനങ്ങളിൽ എന്തെങ്കിലും തടസ്സങ്ങൾ വരാതെ നോക്കണം. പലർക്കും, പ്രത്യേകിച്ച് ചെറുകിടക്കാർക്ക്, ഇതിനെക്കുറിച്ചൊരു വ്യക്തമായ ധാരണയുണ്ടാക്കാൻ കുറച്ച് സമയമെടുക്കും. അപ്പോ സഹായം തേടുന്നത് നല്ലതായിരിക്കുമല്ലേ? ഒരു ടാക്സ് കൺസൾട്ടന്റിന്റെയോ മറ്റോ? തീർച്ചയായും. നല്ലൊരു ടാക്സ് അഡ്വൈസറുടെ സഹായം തേടുന്നത് വളരെ നല്ലതാണ്. കാര്യങ്ങൾ പ്ലാൻ ചെയ്യാനും ആവശ്യമെങ്കിൽ അക്കൗണ്ടിംഗ് സിസ്റ്റം അപ്ഡേറ്റ് ചെയ്യാനുമൊക്കെ അത് സഹായിക്കും. ഓക്കെ. ഏറ്റവും പ്രധാനം വിവരങ്ങൾ അറിഞ്ഞിരിക്കുക, നിയമങ്ങൾ ഫോളോ ചെയ്യുക എന്നതാണ്. പിന്നെ കൃത്യമായ റെക്കോർഡ്സ് സൂക്ഷിക്കണം. ടാക്സ് പീരീഡ് കഴിഞ്ഞ് കുറഞ്ഞത് 7 വർഷത്തേക്ക് ഈ കണക്കുകൾ സൂക്ഷിക്കണമെന്നാണ് നിയമം. ഓഡിറ്റ് ചെയ്ത സ്റ്റേറ്റ്മെന്റ്സ് എല്ലാവർക്കും നിർബന്ധമാണോ? എല്ലാവർക്കും നിർബന്ധമില്ല. പക്ഷെ ഫ്രീ സോണിൽ 0% ടാക്സ് എടുക്കുന്നവർക്ക്, അതായത് QFZകൾക്ക്, സാധാരണയായി ഓഡിറ്റഡ് ഫിനാൻഷ്യൽസ് നിർബന്ധമാണ്. അപ്പോ നമുക്കിതൊന്ന് ചുരുക്കി പറഞ്ഞാൽ, UAEയുടെ കോർപ്പറേറ്റ് ടാക്സ് നിയമം രാജ്യത്തിന്റെ സാമ്പത്തിക ഘടനയിൽ ഒരു പ്രധാന ചുവടുവെപ്പാണ്. അതെ. അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് എത്താനുള്ള ശ്രമം. അതോടൊപ്പം ഈ SBR പോലെയുള്ള ഇളവുകളും ഫ്രീ സോൺ ആനുകൂല്യങ്ങളും വഴി ബിസിനസ്സുകളെ സഹായിക്കാനും ഒരു ശ്രമമുണ്ട്. ഏറ്റവും പ്രധാനം നിയമം പാലിക്കുക എന്നതുതന്നെ. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ നിയമം വന്നതോടെ ബിസിനസ്സുകൾ കുറച്ചുകൂടി സ്ട്രാറ്റജിക്കായി ചിന്തിക്കേണ്ടി വരും. വെറുതെ ഒരു ഫ്രീ സോൺ ലൈസൻസ് എടുത്താൽ 0% കിട്ടുമെന്ന് കരുതരുത്. ശരിയാണ്. മെയിൻലാൻഡ് വേണോ, ഫ്രീ സോൺ വേണോ, SBR എടുക്കുന്നതാണോ ലാഭം എന്നൊക്കെ കൃത്യമായി അനലൈസ് ചെയ്യണം. ഇതിനെല്ലാം സാമ്പത്തികമായ പ്രത്യാഘാതങ്ങളുണ്ടാകും. ശരിയാണ്. നിങ്ങൾക്ക് ചിന്തിക്കാൻ വേണ്ടി ഒരു കാര്യം കൂടി പറയാം. ഫ്രീ സോണുകളിലെ 0% നികുതിക്ക് ഇപ്പോൾ യഥാർത്ഥ പ്രവർത്തനങ്ങൾക്കും സബ്സ്റ്റൻസ് പ്രത്യേക ക്വാളിഫയിങ് ആക്ടിവിറ്റികൾക്കും ഇത്രയധികം ഊന്നൽ കൊടുക്കുന്നത് വരും വർഷങ്ങളിൽ UAEയിലെ ഫ്രീ സോണുകളിൽ ഏതു തരം ബിസിനസ്സുകൾ കൂടുതൽ വിജയിക്കും എന്നതിനെ സ്വാധീനിക്കില്ലേ? അതൊരു നല്ല പോയിന്റാണ്. തീർച്ചയായും സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്. അതെ. അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് ആലോചിക്കാവുന്നതാണ്. എന്തായാലും ഈ വിശകലനത്തിൽ പങ്കുചേർന്നതിന് വളരെ നന്ദി. നന്ദി.